മുടി കഴുകാൻ ഏറ്റവും നല്ലത് ഇളം ചൂടുവെള്ളമാണോ അതോ തണുത്ത വെള്ളമാണോ? ചൂടുവെള്ളത്തിൽ മുടി കഴുകിയാൽ മുടി കൊഴിച്ചിൽ കൂടുമോ? തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ മുടിക്ക് തിളക്കവും വളർച്ചയും ഉണ്ടാകുമോ? ശാസ്ത്രീയമായി ഏതാണ് ശരി? പറഞ്ഞു തരാം. മുടി കഴുകാൻ ഏറ്റവും നല്ലത് ഇളം ചൂടുവെള്ളമാണ്. എന്തുകൊണ്ടാണ്? തലയോട്ടിയിൽ സ്വാഭാവികമായി സീബം എന്ന എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മുടിയെ വരണ്ടു പോകാതെയും പൊട്ടിപ്പോകാതെയും സംരക്ഷിക്കുന്ന ഒരു നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് ലെയറാണ്. വളരെ ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുമ്പോൾ സീബം വളരെ വേഗത്തിൽ നഷ്ടപ്പെടാം. ഇതിന്റെ ഫലമായി സ്കാൽപ്പ് വരണ്ടു പോവുക, ചൊറിച്ചിൽ, ഫ്രിസ്, സ്പ്ലിറ്റൻസ്, അതുപോലെ ഹെയർ ബ്രേക്കേജ് എല്ലാം കൂടാൻ സാധ്യതയുണ്ട്. ചൂടുവെള്ളം ഹെയർ ഷാഫ്റ്റ് കൂടുതൽ വരണ്ടതും ദുർബലവുമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണോ? തണുത്ത വെള്ളം ഹെയർ ഫോളിക്കിൾസ് അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. എന്നാൽ ഹെയർ ക്യൂട്ടിക്കിൾ മിനുസമുള്ളതായി നിലനിർത്താൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നതിനാൽ ചിലർക്ക് മുടി കൂടുതൽ തിളക്കമുള്ളതും ഫ്രിസ് കുറവായ പോലെ തോന്നാം. ഏറ്റവും നല്ല മാർഗം എന്താണ്? ഷാംപൂ ചെയ്യാനും സ്കാൽപ്പ് വൃത്തിയാക്കാനും ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുക. അവസാനം വേണമെങ്കിൽ സാധാരണ ടെമ്പറേച്ചർ ഉള്ളതോ അല്ലെങ്കിൽ അല്പം തണുത്ത വെള്ളവും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് ഹെയർ ഷാഫ്റ്റ് കൂടുതൽ സ്മൂത്ത് ആയി തോന്നാൻ സഹായിക്കും. പക്ഷെ ഒരു പ്രധാന കാര്യം, വെള്ളത്തിന്റെ ചൂട് മാറ്റിയത് കൊണ്ട് മാത്രം മുടി കൊഴിച്ചിൽ മാറില്ല. അതിന് പിന്നിൽ പലപ്പോഴും തൈറോയ്ഡ് ഡിസീസസ്, അയൺ ഡെഫിഷ്യൻസി, ഫെർട്ടിൻ കുറവ്, വൈറ്റമിൻ ഡി കുറവ്, വൈറ്റമിൻ B12 കുറവ്, PCOS, സ്കാൽപ്പ് ഇൻഫെക്ഷൻസ്, ഓട്ടോമിൻ ഡിസോർഡേഴ്സ് പോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അടുത്ത വീഡിയോയിൽ നനഞ്ഞ മുടി ഉടൻ ചെയ്യുന്നത് ശരിയാണോ അതോ മുടി ഉണങ്ങിയതിന് ശേഷം ചെയ്യുന്നതാണോ നല്ലത്? ഏതാണ് ഹെയർ ബ്രേക്കേജ് കൂടാൻ കാരണം? എല്ലാം വിശദമായി പറഞ്ഞുതരാം. ഹെയർ കെയർ സംബന്ധമായ കൂടുതൽ അറിവുകൾക്ക് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.